ഹലോ ഹായ് നമസ്കാരം. ഇന്നത്തെ എൻ്റെ വ്ളോഗ് മലയാറ്റൂർ മല കയറാൻ പോവുക, മുത്തപ്പൻ്റെ അടുത്ത് പോവുക. ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗാട്ടോ. എനിക്ക് മനസ്സിൽ നല്ലൊരാഗ്രഹം ഉണ്ടായിരുന്നു, എൻ്റെ ഫസ്റ്റ് വ്ളോഗ് മലയാറ്റൂർ മല കയറുന്നത് തന്നെയായിരിക്കണം, ഒരു ദൈവാനുഗ്രഹത്താൽ തുടങ്ങണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വ്ളോഗ് ഇത് തന്നെ ആക്കണമെന്ന് കരുതിയത്. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയും ഞങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയായിട്ട് ഞാൻ മലയാറ്റൂർ മല കയറാൻ പോവുകയാണ്. അങ്ങനെ നമ്മൾ മലയാറ്റൂരെത്തി. മലയുടെ അടിവാരത്താണ് നമ്മളിവിടെ ഇറങ്ങിയത്. ഈ കാണുന്ന നക്ഷത്ര തടാകം കാണാൻ വേണ്ടിയാണ് ഇറങ്ങിയത്. മലയാറ്റൂർ മലയുടെ അടിവാരം നക്ഷത്ര തടാകമാണ്. നല്ല തണുത്ത കാറ്റൊക്കെയാണ്. കുറച്ച് ടൈം ഉണ്ടെങ്കിൽ ഇവിടെ ഒന്ന് സ്പെൻഡ് ചെയ്യാൻ നല്ലൊരു പ്ലേസാണ്. പിന്നെ മീനെ ചൂണ്ടയിട്ട് പിടിക്കുന്നവരെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മളിവിടെ ഇറങ്ങിയത് റോഡിൻ്റെ ഓപ്പോസിറ്റ് ചായക്കടയുണ്ട്. അപ്പോൾ ഒരു ചായയും കൂടെ കുടിച്ച് മല കയറാൻ തുടങ്ങാമെന്ന് കരുതിയാണ്. പിന്നെ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് മല കയറി തുടങ്ങണം. നമ്മൾ ലേറ്റായി, കുഞ്ഞുങ്ങളെയും കൊണ്ട് വേണം നമുക്ക് മല കയറാൻ. അപ്പോൾ പെട്ടെന്ന് തന്നെ പോകാമെന്നുള്ള ഇതിലാണ്. പിന്നെ പലർക്കും അറിയാത്തൊരു കാര്യമാണ്, 50 നോയമ്പിൻ്റെ ടൈമിൽ മാത്രമേ മല കയറാൻ പറ്റുള്ളൂ എന്ന്. ഞാൻ അങ്ങനെയായിരുന്നു കരുതിയിരുന്നത്. പക്ഷേ ഞാൻ കുറച്ച് പേരോട് അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അങ്ങനെയല്ല. നമുക്ക് മല എല്ലാ ദിവസവും കയറാം. അവരൊരു ടൈം പറഞ്ഞിട്ടുണ്ട്, ആ ടൈമിൽ നമുക്ക് വന്ന് കയറാം. 9 to 6 ആണ് ടൈം. ആ ടൈമിനുള്ളിൽ നമ്മൾ മല കയറി ഇറങ്ങണം. കാരണം മല കയറി നമ്മൾ പോകുന്നതിൻ്റെ ഓപ്പോസിറ്റ് 2 സൈഡിലും ഫോറസ്റ്റാണ്. അപ്പോൾ വന്യജീവികളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളോട് ഈ 9 to 6 ഇറങ്ങണമെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മലയാറ്റൂർ മല എപ്പോൾ വേണമെങ്കിലും വന്ന് കയറാം. സീസണിൽ മാത്രമല്ല വന്ന് കയറാൻ പറ്റുന്നത്. അതായത് 50 നോയമ്പിൻ്റെ ടൈമിൽ മാത്രമല്ല വന്ന് കയറാൻ പറ്റുന്നത്. നമുക്ക് ഈ എല്ലാ ദിവസവും ഇവർ പറയുന്ന ഈ 9 to 6 എന്ന ടൈമിനുള്ളിൽ നമുക്ക് വന്ന് കയറാം. ഇവിടെയെല്ലാം സീസണായ ഭയങ്കര തിരക്കായിരിക്കും. ലക്ഷക്കണക്കിന് ആൾക്കാർ തോമസ് ലീഹായുടെ അനുഗ്രഹം മേടിക്കാൻ വേണ്ടി വരുന്നൊരു സ്ഥലമാണ് മലയാറ്റൂർ. അതുകൊണ്ട് ആ സമയത്തൊക്കെ നല്ല തിരക്കായിരിക്കും. മല കയറി തുടങ്ങി 1-ാം സ്ഥലത്തെത്തി. എല്ലാവരും മല കയറി ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ മല കയറാൻ തുടങ്ങിയിരിക്കുന്നത്. നമ്മളിത്തിരി ലേറ്റായി. ഇനി മുകളിൽ ചെന്നിട്ട് കാണാം. നമ്മളങ്ങനെ തോമസ് ലീഹായുടെ അനുഗ്രഹത്താൽ മലയാറ്റൂർ മലയുടെ മണ്ടയിലെത്തി. ഒരുപാട് സന്തോഷം. നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ടാണ് കയറിയത്. ജുവൽ മല മൊത്തം നടന്ന് കയറുകയാണ് ചെയ്തത്. ജസ്റ്റിൻ കുറച്ച് നടന്നു, പിന്നെ എല്ലാവരും മാറി മാറി എടുത്താണ് മലയുടെ മണ്ടയിലെത്തിയത്. ഒരുപാട് സന്തോഷമുള്ളൊരു നിമിഷമായിട്ട് തോന്നി മലയുടെ മണ്ടയിൽ നമുക്ക് എത്താൻ പറ്റിയത്. പിന്നെ ഞാൻ ഓൾറെഡി ആദ്യം തന്നെ പറഞ്ഞായിരുന്നു, ആൾക്കാരെല്ലാം മല ഇറങ്ങി തുടങ്ങി, നമ്മളാണ് കയറുന്നത് ലാസ്റ്റ് എന്നതുകൊണ്ട് നമ്മൾ മാത്രമേ ഉള്ളായിരുന്നു. പക്ഷേ സെക്യൂരിറ്റി ചേട്ടനുണ്ടായിരുന്നു. ചേട്ടൻ നമുക്ക് തുറന്നൊക്കെ തന്നു. പള്ളിയെല്ലാം നമുക്ക് നന്നായി പ്രാർത്ഥിക്കാനൊക്കെ പറ്റി. പിന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് തിരിച്ചിറങ്ങണം, കുഞ്ഞുങ്ങളെയും കൊണ്ടായതുകൊണ്ട്. കാരണം നമ്മൾ കയറിയപ്പോൾ തന്നെ നമുക്ക് അടിവാരത്തു നിന്ന് അനൗൺസ്മെൻറ്റ് കിട്ടിയായിരുന്നു, ആന ഇറങ്ങിയിട്ടുണ്ട് അടിവാരത്ത്, സൂക്ഷിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് പെട്ടെന്ന് തന്നെ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ഇറങ്ങാമെന്ന് കരുതിയാണ്. ഇവിടെ നിന്ന് അടിവാരത്തേക്ക് നോക്കുമ്പോൾ അടിവാരം കാണാൻ ഒരുപാട് ഭംഗിയാണ്. നല്ല ബ്യൂട്ടിഫുള്ളായിട്ടിരിക്കുന്നു. നല്ല തണുത്ത കാറ്റും. കുറച്ചധികം ടൈം ഉണ്ടെങ്കിൽ നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാമായിരുന്നു. പക്ഷേ നമുക്ക് ലേറ്റ് ആയതുകൊണ്ടും ഇറങ്ങേണ്ടതുകൊണ്ടും നമ്മൾ പെട്ടെന്ന് തന്നെ പള്ളിയിൽ അകത്തേക്ക് കയറുകയാണ്. പള്ളിയുടെ അകത്ത് കയറി തോമസ് ലീഹയോട് നമുക്ക് പ്രാർത്ഥിച്ചു. എല്ലാവർക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ട് കേട്ടോ. ആരുമില്ല, നമ്മൾ മാത്രം ആയതുകൊണ്ട് തന്നെ ഭയങ്കര നിശബ്ദതയാണ്. നന്നായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റി. ഒരുപാട് പ്രാർത്ഥിച്ചു. അതിന് ശേഷം പള്ളിയുടെ താഴെയാണ് പൊന്നുംകുരിശിൻ്റെ അടുത്ത് പോയി. പൊന്നുംകുരിശിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കാൻ പറ്റി. ആ ചേട്ടൻ നമുക്ക് എല്ലാം തുറന്നു തന്നു കേട്ടോ. നമ്മൾ ഇത്തിരി ലേറ്റ് ആയാൽ പോലും നമ്മളെ വളരെ സ്നേഹത്തോടെ തന്നെ സ്വീകരിച്ച് നമുക്കെല്ലാം തുറന്നു തന്നു പ്രാർത്ഥിക്കാനൊക്കെ പറ്റി. അങ്ങനെ വളരെ നല്ലൊരു നിമിഷമായിരുന്നു. ഈ കാണുന്നതാണ് തോമസ് ലീഹയുടെ കാൽപാദം പതിഞ്ഞ സ്ഥലം. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. പിന്നെ താഴെ കിണറുണ്ട്. കിണറ്റിൽ പോയി നമ്മൾ വെള്ളമൊക്കെ കോരി കുടിച്ചായിരുന്നു കേട്ടോ. വളരെ പുണ്യമായിട്ടുള്ളൊരു കിണറാണ്. ആ കിണറ്റിൽ നിന്ന് വെള്ളമൊക്കെ കോരി കുടിച്ചിട്ടാണ് നമ്മൾ മണ്ടയിലേക്ക് കയറിയത് ആദ്യം തന്നെ. പിന്നെ ഈ കാണുന്ന നായുണ്ടല്ലോ, അടിവാരത്ത് നിന്ന് നമ്മുടെ കൂടെ കൂടിയതാണ്. നമ്മളെ മല കയറ്റി വഴികാട്ടിയായി നമ്മുടെ കൂടെ ഉണ്ടായി. അടിവാരത്ത് നമ്മളെ കൊണ്ട് ഇറക്കി വിട്ട് ഈ നായ. അപ്പോൾ അവിടെ താഴെ ചേട്ടന്മാരോടൊക്കെ തിരക്കിപ്പോൾ പറഞ്ഞത് 2 വർഷമായിട്ട് ഈ നായ ഇവിടെ ഉണ്ട്. ചിലർ മല കയറുമ്പോൾ ആ കൂടെ ഈ നായ കയറുമെന്നാണ്. വളരെ സ്നേഹമുള്ളൊരു നായ. അങ്ങനെ നമ്മൾ മലയിറങ്ങി താഴെ എത്തി. ഈ നായക്ക് നമ്മൾ ബിസ്ക്കറ്റും മുട്ടയൊക്കെ മേടിച്ചു കൊടുത്തു. അങ്ങനെ നമ്മുടെ മലയാറ്റൂർ വീഡിയോ കഴിഞ്ഞു. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ടാറ്റ, ബൈ ബൈ, സീ യു.